നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ടൈം ടേബിൾ ഒന്നും എല്ലാവരും അറിഞ്ഞാണല്ലോ. നമ്മൾ തന്നെ ടൈം ടേബിളിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താ സംഭവം? ഒന്നുമില്ല. ഈ ടൈം ടേബിൾ പറയുന്നത് നമുക്ക് എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കേണ്ടത് എങ്ങനെയാണ്? കഫേയിൽ പോകണോ, അതോ ചാപ്റ്ററിൽ പോകണോ, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കണോ, DD അയക്കണോ, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, ഒരു ഫോം കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഫോം ഫില്ല് ചെയ്യണോ, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണോ, കുറേ ഡൗട്ടില്ലേ? അതെല്ലാം നമ്മളിന്ന് സോൾവ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്, അതായത് ഫ്രണ്ടിന് ഞാൻ ചെയ്യാണ്, അത് ലൈവ് ഡെമോ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇത് ഫോണിലും ചെയ്യാം, കമ്പ്യൂട്ടറിലും ചെയ്യാം, എല്ലാ ഡിവൈസിലും നിങ്ങൾക്ക് ചെയ്യാം. എവിടെയും പോകണ്ട, ആരെയും കാണണ്ട, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരി, ഞാൻ ആദ്യമേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ടൈം ടേബിളാണ്. ടൈം ടേബിൾ പറയുന്നത് പറഞ്ഞാൽ ഒന്നുമില്ല. ഇന്റർമീഡിയറ്റ് എക്സാം രാവിലെ, ഫൈനൽ എക്സാം ഉച്ചയ്ക്ക് ശേഷം. എന്താണ് ആദ്യമേ ഗ്രൂപ്പ് 1, അടുത്ത ദിവസം ഗ്രൂപ്പ് 2, ഫൈനൽ ആണെങ്കിൽ ആദ്യമേ ഗ്രൂപ്പ് 3, ദെൻ ഗ്രൂപ്പ് 4, പിന്നെ ഗ്രൂപ്പ് 3, ദെൻ ഗ്രൂപ്പ് 4, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. വേറെ കുഴപ്പമൊന്നുമില്ല. എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ജനുവരി 5, 6, 7, 8, 9, 10, 11, 12 അടുപ്പിച്ച് 8 ദിവസങ്ങളാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഓക്കെ, ഒരു പ്രശ്നമില്ല. ടൈം ടേബിൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ എക്സാമിൻ്റെ ഫീസ് എത്രയാണ്? ഇങ്ങോട്ട് നോക്കി. നമ്മൾ ഇന്റർമീഡിയറ്റ് എക്സാം ആണ് നമ്മൾ എഴുതുന്നത്. സപ്പോസ് നമ്മൾ ഇന്റർമീഡിയറ്റ് ആണ് എഴുതുന്നത്. ഇന്റർമീഡിയറ്റ് എഴുതാണെങ്കിൽ നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ കണക്ട് ചെയ്തില്ലേ, നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ്. ഒറ്റ സെക്കൻഡേ. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആണ് നമ്മൾ എഴുതുന്നെങ്കിൽ നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് 1200 രൂപയാണ്. നമ്മൾ 2 ഗ്രൂപ്പാണ് എഴുതുന്നെങ്കിൽ 2400. ഒരു ഗ്രൂപ്പാണെങ്കിൽ 1200, 2 ഗ്രൂപ്പാണെങ്കിൽ 2400. ഇനി ഫൈനൽ ആണെങ്കിലോ ഒരു ഗ്രൂപ്പിന് 1400, 200 രൂപ എക്സ്ട്രാ ആണ്. 2 ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ 2800. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ ബേസിക് ഫീസ് എന്ന് പറഞ്ഞാൽ. ഇനി വേറൊരു കാര്യം പറയാനെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓവർസീസ് ആണ് എഴുതുന്നത്. ഓവർസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ദുബായിൽ, അതുപോലെ എനിക്ക് തോന്നുന്നു 7ലധികം സെൻറ്റേഴ്സിൽ നമ്മുടെ എക്സാമിനേഷൻ പുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്ന ഫീസ് ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ $90 ആണ്, $90. അതുപോലെ ഫൈനൽ ആണെങ്കിൽ $100 ആണ്. അപ്പോൾ അത് ഓഫ്ലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ കാര്യം വേണമെങ്കിൽ പിന്നെ പറയാം. ഇത് എക്സാംഷൻ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ പുറത്തുള്ള സെൻറ്റേഴ്സിൻ്റെ കാര്യമുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു ഫോം ഫില്ല് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സപ്പോസ് നിങ്ങൾ പുറത്താണ് എക്സാം എഴുതിയെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ആ സ്ഥലത്തെ ചാപ്റ്റർ, ഇപ്പോൾ ദുബായിൽ ചാപ്റ്റർ ഉണ്ട്, ദുബായ് ചാപ്റ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെയാണ് ഡോളറിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട എങ്ങനെയാണ് ഇന്റർമീഡിയറ്റിനെ ഫൈനലി എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നോക്കൂടെ? ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ November 5 November 5 മുന്നേ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കണം. വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടോ? ചെയ്യാം. ഫോൺ ഉണ്ടോ? ചെയ്യാം. ഫോണിലും ലാപ്ടോപ്പിലും എല്ലാത്തിലും നിങ്ങൾക്ക് ചെയ്യാം. ആരും ഡിപ്പെൻഡിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ November 5. November 5 ശേഷം ആരും എവിടെയും വെറുതെ ലേറ്റ് ഫീസൊക്കെ അടച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. അതുകൊണ്ട് November 5 മുന്നേ നിങ്ങൾ ഫീസ് അടയ്ക്കണം. നമുക്കിനി ഒരു മാസത്തിലധികം സമയമുണ്ട് ഈ ഫീസ് അടയ്ക്കാനായിട്ട്. അതുകൊണ്ട് November 5 മുന്നേ നിങ്ങൾ ഫീസ് അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണത് അടയ്ക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ശരി. നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ജസ്റ്റ് ഗൂഗിളിൽ കയറുക, ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ കയറുക. നിങ്ങൾ മൊബൈലാണ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. ക്രോം ഓപ്പൺ ആക്കിയിട്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് താഴ്ത്ത് വരും. അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന അതേ സ്ക്രീൻ ആയിരിക്കും അവിടെയും വരാം. അപ്പോൾ മൊബൈലാണെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. ഏറ്റവും 3 ബട്ടൺ ഉണ്ടാവും റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് ഉണ്ടാവും, ഡെസ്ക്ടോപ്പ് സൈറ്റ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡ് ഉണ്ടാവും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഒരു സൈറ്റ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ICMA എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ICMA സെർച്ച് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറാണ്. ഓക്കെ, ഇതാ കണ്ടോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ആദ്യമേ തുടക്കത്തിൽ തന്നെ കുറേ ബാനേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വിട്ടേക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ. പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സൈറ്റിൽ കയറാൻ അറിയാം. അതിനുശേഷം ഞാൻ എൻ്റെ കൾച്ചറിൽ പോകുന്ന സ്ഥലം നോക്കുക. ഏറ്റവും ടോപ്പിൽ കണ്ടോ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ബാനർ കണ്ടോ, അതായത് ഹോം, അബൌട്ട് അസ്, മെമ്പേഴ്സ്, സ്റ്റുഡൻസ്. ഇതിൽ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വേണ്ട, നമുക്ക് ഈ ടോപ്പ് ആ ബാനറിൽ നോക്കിക്കോ. കോഴ്സസ്, അഡ്മിഷൻ, എക്സാംഷൻ, ട്രെയിനിങ്, എക്സാമിനേഷൻസ് കണ്ടോ. അതിൽ എക്സാമിനേഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എക്സാമിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ എക്സാമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഞാൻ നേരത്തെ ഓവർസീസ് ചാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ നോക്കി ഓവർസീസ് സെൻറ്റേഴ്സ് ഏതാണെന്നും അതിൻ്റെ കാര്യങ്ങളും എക്സാം സെൻറ്റേഴ്സും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ശരി, നമുക്ക് വേണ്ട എന്താണ്? നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കുറേ കാര്യങ്ങളുണ്ട്. ഗൈഡ് ലൈൻസ്, നോട്ടിഫിക്കേഷൻസ്, ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോമിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് 1, 2, 3 മൂന്നാമത്തെ ഓപ്ഷൻ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം. ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം, ഈ മൂന്നാമത്തെ പോയിന്റ്, അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. ശരി, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും കാണാം ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിന് മുന്നേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്, അതായത് നിങ്ങളിപ്പോൾ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നല്ല, 2 കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വേണം.
നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അതുപോലെ സിഗ്നേച്ചറും വേണം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. ഇനി ആദ്യമായിട്ടല്ല, നിങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്, ഇന്റർമീഡിയറ്റിന് ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈനലിന് ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി, അതുപോലെ സിഗ്നേച്ചറിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി, അത് JPGയോ അല്ലെങ്കിൽ JPEGയോ ഫോർമാറ്റിലാവാം, 40 KB താഴെ ആയിരിക്കണം. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ 40 KB താഴെ ആയിരിക്കണം. അതുകൂടി നിങ്ങളുടെ കയ്യിലൊന്ന് എടുത്ത് വെച്ചേക്കാമല്ലോ, കുഴപ്പമില്ല. ശരി, ഓക്കെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരാം. കണ്ടോ, സെലക്ട് യുവർ കോഴ്സ്, നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. ഓക്കെ, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ക്ലിക്ക് ചെയ്യുക, ഫൈനൽ ആണെങ്കിൽ ഫൈനൽ ക്ലിക്ക് ചെയ്യുക, എല്ലാത്തിനും സെയിം പ്രൊസീജിയറാണ്. ഓക്കെ, ഫൈനൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ദെൻ ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ 1200, രണ്ട് ഗ്രൂപ്പ് ആണെങ്കിൽ 2400, ഫൈനൽ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ 1400, രണ്ട് ഗ്രൂപ്പ് ആണെങ്കിൽ 2800 രൂപ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ November 5 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈൻ മോഡിൽ പേയ്മെന്റ് നടത്താം, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഗൂഗിൾ പേയോ UPI അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ത്രൂ പേയ്മെന്റ് നടത്താം. വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഓക്കെ, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ അയച്ച് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇമെയിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, exam.helpdesk@icma.in. പല സൈഡിലും നമുക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ഈ ഒരു പേജ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും താഴെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അക്സെപ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ കറണ്ട് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാനാണ്. നിങ്ങളുടെ കറണ്ട് രജിസ്ട്രേഷൻ നമ്പർ, ഇപ്പോൾ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ആണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ഞാൻ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ കണ്ടോ പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ കണ്ടോ, ആ ബട്ടണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴെ വരും ക്ലിക്ക് ഹിയർ. ഓക്കെ, ആ ക്ലിക്ക് ഹിയറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കാണിക്കും. ഇപ്പോൾ സപ്പോസ് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഏറ്റവും ടോപ്പിൽ രജിസ്ട്രേഷൻ നമ്പർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ആ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ്ലി ഇവിടെ വരും. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഡീറ്റെയിൽസ് വരണമെന്നില്ല. അല്ല, നിങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, സപ്പോസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും വരില്ല, പേര് മാത്രമായിരിക്കും മാക്സിമം വരിക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. എന്താ ഇവിടെ ഡീറ്റെയിൽസ്? ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം രജിസ്ട്രേഷൻ നമ്പർ, അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫുൾ നെയിം, നിങ്ങളുടെ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അച്ഛൻ്റെ പേര് അറിയാമല്ലോ. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ്, ലൈൻ 1, ലൈൻ 2, ലൈൻ 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് അറിയാമല്ലോ, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ ഈ സൈഡിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. ഇനി വന്നില്ലെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫിസിക്കലി ചാലഞ്ച്ഡ് ആണോ, നിങ്ങൾക്ക് ഫിസിക്കൽ ഡിസേബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ yes or no കൊടുക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഇവിടെ ക്വാളിഫിക്കേഷൻ BCom ഇന്റർമീഡിയറ്റ് ആണ്, അവിടെ അത് വെച്ചിട്ടുണ്ട്. SC/ST നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് വെക്കുക. മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണ് നമ്മുടെ എക്സാമിനേഷൻ, ഇംഗ്ലീഷ് മീഡിയം ഒക്കെ. അപ്പോൾ ഇത് ഇത്രയും എല്ലാവർക്കും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ഫിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ നോക്കി, എക്സാം സെൻറ്റർ നെയിം കണ്ടോ, എക്സാമിൻ്റെ സെൻറ്റർ നെയിം അല്ല, എക്സാം സിറ്റി നെയിം. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നത്, അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കണം, പേയ്മെൻറ്റ് അടയ്ക്കണം. അതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലുള്ള എല്ലാ സെൻറ്റേഴ്സും ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കട്ടെ, നമ്മുടെ അടുത്തുള്ള സെൻറ്റർ, ഞങ്ങളുടെ അടുത്തുള്ള സെൻറ്റർ കൊല്ലമാണ്. അതായത് ഇവിടെ കൊല്ലം സെൻറ്റർ ഉണ്ട്, ഞാൻ കൊല്ലം ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, കൊല്ലം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വരും. അതിനുശേഷം സെൻറ്റർ നെയിം സെലക്ട് ചെയ്യാം. തൊട്ട് താഴെ കണ്ടോ എക്സാം സെൻറ്റർ നെയിം, ആ എക്സാം സെൻറ്റർ നെയിമിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊല്ലത്തൊരൊറ്റ സെൻറ്ററേ ഉള്ളൂ, കൊല്ലം 256 എന്ന് പറഞ്ഞ സെൻറ്റർ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് എവിടെയാണ് എക്സാം നടക്കാമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ, എനിക്കൊരു പിടിയില്ല. കാരണം ഇതിന് മുന്നേ കൊല്ലത്തെ എക്സാം സെൻറ്റർ വെച്ച സമയത്ത് നമുക്ക് വന്നത് ആറ്റിങ്ങൽ ഒരു രാജധാനിയാണെന്ന് തോന്നുന്നു, രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് വന്നത്. അതിന് മുന്നേ നമ്മൾ ഓഫ്ലൈൻ എക്സാം എഴുതിയ സമയത്ത് ട്രിവാൻഡ്രത്ത് അങ്ങറ്റത്തുള്ള ഏതോ ഒരു സ്ഥലത്താണ് എക്സാമിനേഷൻ വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സെൻറ്റർ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ചാപ്റ്ററിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തുള്ള ചാപ്റ്റർ ഈ ഒരു ഏരിയ കവർ ചെയ്യുന്ന ചാപ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അറിയായിരിക്കും സെൻറ്റർ ഏതാണെന്ന്. എനിക്ക് കോളേജ് ഏതാണെന്നും സ്ഥലം ഏതാണെന്ന് അറിയില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് അന്വേഷിച്ച് നോക്കുക, അറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യത്തെ സിറ്റി സെലക്ട് ചെയ്യുക. കൊല്ലം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ ഏതാണോ നിങ്ങളുടെ സിറ്റി, ആ സിറ്റി നിങ്ങൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സിറ്റിയിലുള്ള ഓരോ എക്സാമിനേഷൻ സെൻറ്റേഴ്സിൻ്റെ പേര് കാണും. മാക്സിമം 1-2 സെൻറ്റേഴ്സ്, ഇപ്പോൾ എറണാകുളത്തേക്കാണെങ്കിൽ 2-3 സെൻറ്റേഴ്സ് കാണും. അതിൽ ഏത് സെൻറ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സെൻറ്റർ ഏതൊക്കെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്ററായിട്ട് അടുത്തുള്ള ചാപ്റ്ററായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സിലബസ് ചോദിക്കും. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒരു സിലബസേ ഉള്ളൂ, സിലബസ് 2016, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് ഇന്റർമീഡിയറ്റ് ആണോ ഫൈനൽ ആണോ അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നോളും. അതിനുശേഷം നിങ്ങളുടെ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ സെക്കൻഡ് ഗ്രൂപ്പ് ആണോ, ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആണോ സെക്കൻഡ് ഗ്രൂപ്പ് ആണോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്, 1 ഫസ്റ്റ്, 2 സെക്കൻഡ്, 3 ഫസ്റ്റും സെക്കൻഡും, അതായത് ബൂത്ത്. ഫൈനൽ ആണെങ്കിൽ ഇവിടെ നോക്കി തേർഡ്,
ഫോർത്ത് അടുത്ത തേർഡും ഫോർത്തും, അതായത് ബോത്ത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ബോത്ത് ആണ് വേണ്ടത്, നിങ്ങൾ ബോത്ത് സെലക്ട് ചെയ്തില്ലേ, ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ മോഡ് ഓഫ് കോച്ചിങ്, നിങ്ങൾ ഓറൽ കോച്ചിങ് ആണെങ്കിൽ ഓറൽ, പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ. ഇവിടെ ഓറൽ കോച്ചിങ് ആണെന്നുണ്ട് ഓറൽ കോച്ചിങ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക, ഇപ്പുറത്തെ ക്ലിക്ക് ഹിയർ അടിക്കുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വരും. ഇനി സപ്പോസ് വന്നില്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾക്ക് വന്നില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരില്ല, നമ്മുടെ ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അഡ്രസ്സ്, ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം താഴെ വന്നിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്റർ, അത് മാറ്റാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ. അതിനുശേഷം നിങ്ങളുടെ സിറ്റിയും എക്സാം സെൻറ്റർ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ആണെങ്കിൽ 2, ബോത്ത് ആണെങ്കിൽ ബോത്ത്. അടുത്ത ഫൈനൽ ആണെങ്കിൽ 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, അല്ല ബോത്ത് ആണെങ്കിൽ ബോത്ത്. കഴിഞ്ഞില്ലേ, കഴിഞ്ഞു. അതിനുശേഷം താഴെ വന്നിട്ട് സബ്മിറ്റ്, ഇവിടെ കൊണ്ട് നമ്മുടെ പ്രോസസ് തീരോ ഇല്ല, ഇനി പേയ്മെൻറ്റ് നടത്തണേ. ഓക്കെ, സബ്മിറ്റ് ക്ലിക്ക് ചെയ്തോ. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഏറ്റവും ടോപ്പിൽ ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു സംഭവം വരും, അതായത് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി, പ്ലീസ് അറ്റാച്ച് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആൻഡ് പേയ്മെന്റ് ബൈ ക്ലിക്കിംഗ് ദ അബോവ് ബട്ടൺ. അതായത് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം പേയ്മെന്റ് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓൾറെഡി അപ്ലൈ ചെയ്ത സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് ഇവിടെ 3 സെക്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, അടുത്ത അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. അപ്പോൾ നമുക്ക് ഈ തൊട്ടപ്പുറത്ത് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചറിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ട. ഇനി സപ്പോസ് നിങ്ങൾക്ക് മാറ്റം വല്ലതും വരുത്തണം, പുതിയ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കാര്യമൊന്നുമില്ല, ഇതിൽ പ്രത്യേകിച്ചും മാറ്റിയാലൊന്നും നമ്മുടെ ഹോൾ ടിക്കറ്റിലൊന്നും മാറാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ എന്തായാലും ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി അപ്ലോഡാണ്, ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്ത് പേയ്മെൻറ്റിലേക്ക് വരാം. ഓക്കെ, പേയ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരാം. അവിടെ പേയ്മെൻറ്റ് മോഡ് ചോദിക്കും, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഓക്കെ, നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചോദിക്കും. കണ്ടോ, ഇവിടെ ബിൽ ഡെസ്ക് ഗേറ്റ് വേ എന്ന് പറയുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യണം ബിൽ ഡെസ്ക് എന്ന് പറഞ്ഞ ഗേറ്റ് വേ. ഇത് 25 രൂപ ട്രാൻസാക്ഷൻ ഫീസ് ഉണ്ട്. 25 രൂപ നമുക്ക് ട്രാൻസാക്ഷൻ ഫീസും കൂടി ചോദിക്കും. ഓക്കെ, അത് പ്രശ്നമില്ല, നമുക്ക് കൊടുത്തേ പറ്റൂ, വേറെ വഴിയില്ല. അതിനുശേഷം തൊട്ട് താഴെ വന്നുള്ള പേ നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കും ഒന്നുമില്ല, നമ്മുടെ കറണ്ട് രജിസ്ട്രേഷൻ നമ്പർ, നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എമൗണ്ട്, അതിനുശേഷം പേ. ആ പേയിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും റീഡയറക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പേജിലായിരിക്കും. ഇവിടെ നോക്കി എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കി ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം, അല്ല നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് ചെയ്യാം, വാലറ്റുകൾ, അതായത് നമ്മുടെ പേടിഎമ്മിൻ്റെ വാലറ്റ്, ഫോൺ പേയുടെ വാലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വഴി ചെയ്യാം. ഇനി QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് വരും. ആ QR കോഡ് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്താലും പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ UPI ഉണ്ട്, നിങ്ങളുടെ UPI ID ഇല്ലേ, ഗൂഗിൾ പേയുടെ, ഫോൺ പേയുടെയും പേടിഎമ്മിൻ്റെ ഒക്കെ UPI ID ഇല്ലേ, ആ UPI ID സെലക്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പം ഇത് ഇവിടെ വെച്ച് ഞാനത് കട്ട് ചെയ്യാണ്, കാരണം ഇവിടെ വെച്ചേ ഉള്ളൂ. ഇനി ഈ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യം, ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവുന്നത്, നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുക, പേയ്മെൻറ്റ് വരും, OTP വരും, OTP അടിച്ചെടുത്താൽ പേയ്മെൻറ്റ് ആയി. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി ഓഫ് ഇന്ത്യ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഇനി വരാൻ പോണ പ്രശ്നം ഇതായിരിക്കും. അതായത് നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു, താഴെയുണ്ടോ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയി, പക്ഷേ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നുണ്ടോ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ നോട്ട് കൺഫേംഡ്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, സ്റ്റേറ്റസ് 3 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് വന്ന് ചെക്ക് ചെയ്യാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജ് വെച്ച് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇനി എന്താ ചെയ്യാൻ പറ്റുക, ടെൻഷനായി പോകും. കാരണം നമ്മൾ 2400 അല്ലെങ്കിൽ 1800 രൂപ മൊത്തം പേ ചെയ്തിട്ട് ഇവിടെ വെറുതെ ഇരിക്കുകയായിരിക്കും. ഇനി എന്ത് ചെയ്യണം, ഈ പ്ലീസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാതെ റീ എൻ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എക്സാമിനേഷൻ ഫോം അപ്ലൈ ചെയ്യണോ, പേയ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി പൈസ പോയി, വിരലിയാവും, ടെൻഷനാവും. പ്രശ്നമില്ല, ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള വിൻഡോ മിക്കപ്പോഴും വരാം. മെജോറിറ്റി കേസിൽ ഇങ്ങനെ ആയിരിക്കും വരാം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പോലെ വീണ്ടും നമ്മുടെ സൈഡിൽ കയറാം, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ വന്നതുപോലെ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം ഉണ്ടോ, ആ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ആണോ ഫൈനലാണോ, നേരത്തെ ചെയ്ത പോലെ സെയിം ആ പ്രോസസ് ഒന്നും കൂടി ചെയ്യാം. താഴെ വന്നിട്ട് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും, രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്ലീസ് ചെക്ക് അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്ലിക്ക് ഹിയർ, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് പേയ്മെൻറ്റ് സബ്മിഷൻ സക്സസ്ഫുൾ. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ചെയ്ത് സക്സസ്ഫുൾ ആയി, അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തില്ലേ, അതും സക്സസ്ഫുൾ ആയി ഫോർ December 2022 ടേം എക്സാമിനേഷൻ. അതിനുശേഷം എന്താ ഇവിടെ പ്രിന്റ് സബ്മിറ്റഡ് ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെസീപ്റ്റ് കിട്ടും. നിങ്ങൾ 2800 രൂപ പേ ചെയ്തില്ലേ, ആ 2800 രൂപ പേ ചെയ്തതും നമ്മുടെ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും. ഇതിൽ ഏറ്റവും താഴെ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ പ്രിന്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഈ വരുന്ന റെസിപ്റ്റ് നിങ്ങളൊന്ന് പ്രിന്റ് എടുത്ത് വെച്ചേക്കാം കേട്ടോ.
കാരണം നമുക്ക് പേയ്മെൻറ്റ് അടച്ചതിനുള്ള തെളിവ് വേണ്ടേ. നമ്മൾ ഇവിടെ കണ്ടോ പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ്, ആ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഐഡിയും ആ പേയ്മെൻറ്റ് എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അടച്ചതിന് നമുക്ക് തെളിവായി ഇത് നിങ്ങൾ എവിടെയെങ്കിലും എടുത്ത് സേവ് ചെയ്ത് ഉറപ്പായിട്ടും വെച്ചിരിക്കണം. ഈ ഒരു പേപ്പർ സേവ് ചെയ്തിട്ട് ഹാർഡ് കോപ്പി ആക്കി വെക്കണമെന്നില്ല, സോഫ്റ്റ് കോപ്പി ആക്കി വെച്ചാലും മതി, PDF ആക്കി വെച്ചാലും മതി, നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസും ഫൈനൽ പഠിക്കുന്ന സ്റ്റുഡൻസും ഇനി ആരുടെയും പുറകെ പോകേണ്ട കാര്യമില്ല, ഒരു കഫയിലും പോകണ്ട, ഒരു ചാപ്റ്ററിനെയും ബന്ധപ്പെടേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പോയി കോൺടാക്ട് ചെയ്ത് വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും, ആരും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഓൺലൈനായിട്ട് വേണം ചെയ്യാൻ. ഓവർസീസ് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ചാപ്റ്ററായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് അവർ തരും. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി. അപ്പോൾ ഇത്രയുള്ള പരിപാടി, സിമ്പിൾ കാര്യമാണ്. അതിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇനി ഫോട്ടോയും സിഗ്നേച്ചർ എങ്ങനെയാണ് എനിക്ക് JPG ഫോർമാറ്റിലാക്കാമെന്ന് വെച്ചാൽ അതൊന്നും എന്നോട് ചോദിക്കുക. ഒന്നുമില്ലടാ, നമ്മൾ ഫോട്ടോ എടുക്കുക, സിഗ്നേച്ചർ എടുക്കുക, അത് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുക, പ്രോപ്പറായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മാത്രം മതി. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എക്സാം ആപ്ലിക്കേഷൻ ഫോമിന് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ CMA ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവാനായിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ്, നല്ല കിടിലൻ ക്ലാസ്, നല്ല സൂപ്പർ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചാനലിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒക്ടോബർ 5 ശേഷമായിരിക്കും. ഒക്ടോബർ 5 നമ്മൾ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഫുൾ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ CMA ഇൻ്റർമീഡിയറ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ ഈ ക്ലാസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, വേറെ എന്തെങ്കിലും ക്ലാരിറ്റി വേണം, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് പഠിക്കുന്ന ഇൻ്റർമീഡിയറ്റിൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും പോർഷൻസ്, സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സെർട്ടൺ പോർഷൻസ് മാത്രം, സപ്പോസ് ഇപ്പോൾ കോസ്റ്റിങ്ങിൽ എനിക്ക് ജോബ് കോസ്റ്റിംഗ് അറിയില്ല, എല്ലാവർക്കും ഒരുപാട് പേര് അതേ സംഭവം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടുതരാം. അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, കോസ്റ്റിംഗ്, ലോ, FM, ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അതിൻ്റെ വീഡിയോ ചാനലിൽ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തോ, ഞാൻ ആ വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എത്തിച്ചു കൊടുക്കുക. കാരണം എക്സാം ആപ്ലിക്കേഷൻ എല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയണം, മാക്സിമം ഇത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.